നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓജോ ബോർഡ് എന്ന പൈശാചിക കളി മനുഷ്യന്റെ ആത്മാവിനെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ഈ നിഗൂഢ കളി ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വീണ്ടും ചർച്ചയാവുകയാണ്. ഓജോ ബോർഡ് എന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തി ഈ അടുത്ത നാളിൽ റിലീസായ രോമാഞ്ചം എന്ന ആ ഒരു സിനിമയാണ് ഈ ഒരു ചർച്ചയ്ക്കൊക്കെ പ്രധാന കാരണം. ഓർക്കുക, ഒരു കൊടിയ വിഷം അത് മിഠായ കടലാസിൽ പൊതിഞ്ഞാലും സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാലും അത് വിഷം തന്നെയാണ്. ഒപ്പം മനുഷ്യന്റെ സ്വാർത്ഥതയും അറിവില്ലായ്മയും ഒക്കെ ചൂഷണം ചെയ്ത് ചില നിഗൂഢ ശക്തികൾ ബ്ലാക്ക് മാസ് പോലുള്ള പൈശാചിക പ്രവർത്തികളിലേക്ക് അനേകരെ വഴിതെറ്റിക്കുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല ക്രൂരമായ കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇത്തരം നിഗൂഢ ശക്തികൾ ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തരം ശക്തികളെ തുറന്നു കാട്ടുവാൻ, ഇതേപ്പറ്റി കൃത്യമായ രീതിയിലുള്ള ഒരു വാർത്ത കൊടുക്കുവാൻ പല മാധ്യമങ്ങളും ഭയപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു KCBC ഡോക്ടറിനൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി, ഒപ്പം ദൈവശാസ്ത്രജ്ഞൻ ഫാദർ അരുൺ കലമറ്റത്തിൽ, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ പൂന്തുരുത്ത്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി, ഈ ബ്ലാക്ക് മാസ് പോലുള്ള ഓജോ ബോർഡ് പോലുള്ള ഈ ചില പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തികൾ കേരളത്തിൽ പിടിമുറുക്കുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ വിഷയം ഈ ഓജോ ബോർഡാണ്. യഥാർത്ഥത്തിൽ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു നിഗൂഢ കളി ഒരു നേരം പോക്കാണോ, അതോ ഒരു തട്ടിപ്പാണോ, അതോ മനുഷ്യന്റെ മേൽ ഒരു പൈശാചിക സ്വാധീനം ചെലുത്താൻ ചില നിഗൂഢ ശക്തികൾ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണോ? ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി. ഓക്കെ, ഓജോ ബോർഡ് മാത്രമല്ല, നമുക്ക് മന്ത്രവാദം, ആഭിചാരം, പലതരം നിഗൂഢ വിദ്യകൾ, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും സംസ്കാരങ്ങളിലും പാരമ്പര്യത്തിലും ചരിത്രത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാ കാലഘട്ടത്തിലും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്തും ഈ രീതിയിലുള്ള പ്രവണതകളെ സഭ ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുകയോ തെറ്റല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇതിനൊക്കെ എതിരെ സഭ എപ്പോഴും വാക്കുയർത്തിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങളും സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇങ്ങനെയുള്ള ഈ പ്രവണതകൾ, ആഭിചാരക്രിയകളും മറ്റു മന്ത്രവാദങ്ങളും ഒക്കെ മുളച്ചു പൊന്തിയിട്ടുള്ളത് ഭാവി അറിയുന്നതിനെ കുറിച്ച് എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ് കുറെയൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. മറ്റു ചിലത് രൂപപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള മനുഷ്യരെ തിന്മയുടെ ശക്തി ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നതിനെ പറയുന്ന ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം സഭയെന്നും ശപിച്ച് തള്ളിയിട്ടുള്ള പ്രവണതകൾ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓജോ ബോർഡിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാലും, ഓജോ ബോർഡിനെ കുറിച്ച് ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ അധികം ഇല്ലെന്നേ ഉള്ളൂ. മലയാളത്തിൽ തന്നെ അപരിചിതൻ എന്നൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം മറ്റു ഭാഷകളിൽ ധാരാളം സിനിമകളും ധാരാളം സാഹിത്യകൃതികളും പ്രത്യേകിച്ച് നോവലുകള്, ധാരാളം എപ്പിസോഡുകള്, കാവ്യങ്ങള്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എന്നും ആളുകൾക്ക് വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സഭയുടെ ഭാഗത്തു നിന്നും തള്ളിപ്പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ മനുഷ്യര് വിളിച്ച് വരുത്തുന്നതോ അല്ലെങ്കിൽ മനുഷ്യര് ഇതിന്റെ ഏതെങ്കിലും രീതിയിൽ സമീപിക്കുന്നതോ ദുഷ്ടാരൂപി എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ല സാത്താൻ എന്ന് സഭ പഠിപ്പിക്കുന്ന ആ ഒരു വ്യക്തിയെയാണ്. കാരണം സാത്താൻ എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫൈഡ് സ്പിരിറ്റാണ്, വ്യക്തി രൂപവൽക്കരിക്കപ്പെട്ട ഒരു രൂപിയാണ്. അപ്പൊ അതുകൊണ്ട് സാത്താനെ ഒരു തിന്മയുടെ ശക്തിയായിട്ട്, അന്ധകാരത്തിന്റെ തലവനായിട്ടാണ് എന്നും സഭയുടെ പ്രബോധനങ്ങളിലൂടെ സഭ പഠിപ്പിച്ചിട്ടുള്ളത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് പാരഗ്രാഫ് നമ്പർ 391 കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ എന്ന് പറയുന്നത്
ഒരു സൃഷ്ടിയാണ് വാസ്തവത്തിൽ, ഒരു നല്ല സൃഷ്ടിയായിരുന്നു. ആ നല്ല സൃഷ്ടിയായ ഒന്നിനെ, അതിങ്ങനെ പറയാ, ആദ്യം നല്ല ഒരു ദൈവ സൃഷ്ടിയായ മാലാഖയായിട്ടാണ് സാത്താന്റെ അല്ലെങ്കിൽ സാത്താന്റെ അസ്തിത്വം ഉണ്ടായിട്ടുള്ളത്. അത് ദൈവത്തിനെതിരെ, ദൈവിക പദ്ധതികൾക്കെതിരെ പ്രവർത്തിച്ചപ്പോഴാണ് സൈറ്റനിക് ആവണം. അപ്പോ എന്നും സാത്താന്റെ താല്പര്യവും അത് തന്നെയാണ്, ദൈവിക പദ്ധതികളെ തകിടം മറിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണുന്ന യേശുവിന്റെ മനുഷ്യാവതാര കാലത്ത്. ആദ്യം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ പിശാച് മരുഭൂമിയിൽ പരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് യേശുവിനെ ദൈവപുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പൊ ദൈവപുത്രനാണ് യേശു എന്ന് ആദ്യം തിരിച്ചറിയുന്നത് സാത്താൻ തന്നെയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന സാത്താൻ യേശുവിന്റെ ദൈവിക പദ്ധതികൾക്ക്, പ്രത്യേകിച്ച് സഹനം, മരണം, ഉദ്ധാനം വഴി നേടിയെടുക്കുന്ന മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വിരുദ്ധമായിട്ട്, അതിന് തടസ്സം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സാത്താൻ എന്നും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക, അതിന് ആളുകളെ പ്രേരിപ്പിക്കുക. ഇതാണല്ലോ ആദിപാപത്തിലും സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രകൃത്യാ തന്നെ നല്ലവരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് പിശാച്, മറ്റു ദുർഭൂതങ്ങളും എന്ന് 3:9:1 പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതേസമയം ഇവർക്ക് ഇനി ഒരിക്കലും ഒരു മനസ്താപം സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ പൈശാചിക ശക്തികൾ അതിൽ നിന്ന്, അവരുടെ നല്ല അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ട് ഇവയ്ക്കും ഒരു മനസ്താപം സാധ്യമല്ല. എന്നും പിശാചുക്കളായി തന്നെ അവ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അന്ധകാര ശക്തി എന്ന് പറയുന്നത് ഒരു അരൂപിയാണ്. അതൊരു ഏതെങ്കിലും രൂപം പ്രാപിച്ചിട്ടുള്ള ഒന്നല്ല. അരൂപി എന്ന നിലയിൽ തന്നെ അതിന് ശക്തി പ്രബലമാണ് താൻ. ഇങ്ങനെ അരൂപിയായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടാരൂപിയായിട്ടുള്ള ഈ ശക്തിയുടെ സ്വാധീനം എല്ലാ കാലഘട്ടത്തിലും, ബൈബിളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ പറ്റും. തന്നെയല്ല, ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം നിരന്തരം ബൈബിളില് പ്രബലമാണ്. പ്രത്യേകിച്ച് ബൈബിളിലെ അവസാനത്തെ പുസ്തകം, വെളിപാടിന്റെ പുസ്തകത്തില് അന്തിമ വിജയത്തെ കുറിച്ച് പറയുമ്പോൾ അത് പ്രകാശത്തിന്റെ വിജയമാണ്. ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലും ഒക്കെയുള്ള ആധിപത്യത്തിന്റെ വിജയമാണ് എന്ന് വെളിപാട് പുസ്തകത്തിലൂടെയും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഈ ഇല്ലുമിനാത്തി ആയാലും, ഫ്രീമെയ്സൺ ഗ്രൂപ്പ് ആയാലും, ബ്ലാക്ക് മാസ് ആയാലും, ഓജോ ബോർഡ് ആയാലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളായാലും, ഇതെല്ലാം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും കൂടുതൽ തെറ്റിലേക്കും നാശത്തിലേക്കും കൊണ്ടുചെല്ലുന്നതുമാണ്. കാരണം ഇതിലെല്ലാം ഒരിക്കലും ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, മനുഷ്യ ആത്മാവിനെ ഓജോ ബോർഡിലൂടെ വിളിച്ചു വരുത്തുന്നു എന്ന് നമ്മളിപ്പോ രോമാഞ്ചം എന്ന സിനിമയിലായാലും, മറ്റേ അപരിചിതൻ എന്ന സിനിമയിലായാലും, മറ്റു സിനിമകളിലൊക്കെ കാണുന്നത് മനുഷ്യാത്മാക്കളെ വിളിച്ചു വരുത്തുന്നു. ഒരിക്കലും മനുഷ്യാത്മാക്കളെ വിളിച്ചു വരുത്താനായിട്ട് സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അത് വളരെ വ്യക്തമാണ്, ബൈബിളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. ഒരിക്കലും മനുഷ്യാത്മാക്കളെ വിളിച്ചു വരുത്താനായിട്ട് സാധ്യമല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളെല്ലാം ഷയോൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അവിടെയാണ് ഈശോ പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്നതിനെ കുറിച്ച് ബൈബിള് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നു, സഭ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മരിച്ച ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നു എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. മരിച്ച ആത്മാക്കളെ ഒരാൾക്കും വിളിച്ചു വരുത്താനാവില്ല. പലപ്പോഴും ഈ ഓജോ ബോർഡിലൊക്കെ പേര് വെളിപ്പെടുത്തി വരുന്ന മനുഷ്യാത്മാക്കൾ എന്ന് പറയുന്നത് സാത്താൻ തന്നെയാണ്. ആരൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ വിളിച്ചു വരുത്തുന്നു, അതെല്ലാം സൈറ്റനിക് പവറാണ്, ഈവിൾ പവറാണ്. ഇനി ഈവിളും സാത്താനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈവിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിന്മ അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ദൈവകൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോ ഈ പാപവും അതുപോലെ തന്നെ ഈ പറയുന്ന ദുഷ്ടതകളും തെറ്റുകളുമെല്ലാം മനുഷ്യര് ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് പാപമായി തീരുന്നത് തന്നെ സ്വതന്ത്ര മനസ്സോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടുമാണ്. ഒരു ഫ്രീ വിൽ ആൻഡ് ഫുൾ കൺസെന്റ്, പൂർണ്ണമായിട്ടുള്ള ബോധത്തോടും സ്വതന്ത്രമായ മനസ്സോടും കൂടെ ദൈവത്തിനെതിരെ, ദൈവകൽപ്പനകൾക്കെതിരെ മനുഷ്യർ ചെയ്യുന്നതെല്ലാം പാപമാണ്. അപ്പൊ ആ പാപത്തിലൂടെയാണ് ഒരു സൈറ്റനിക് ആയിട്ടുള്ള ശക്തിയെ മനുഷ്യരെ സ്വാധീനിക്കാൻ ഇടവരിക, അല്ലെങ്കിൽ സൈറ്റനിക് ശക്തി മനുഷ്യനെ സ്വാധീനിക്കാൻ ഇടവരിക. വിശുദ്ധ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സത്യത്തിലും നല്ല മാർഗത്തിലൂടെ ചരിക്കുന്ന മനുഷ്യരെ പിശാചിന് എളുപ്പത്തിൽ സ്വാധീനിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ മാമോദീസ, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളെ പിശാചിന് സ്വയമേവ വന്ന് ആക്രമിക്കുക സാധ്യമല്ല. അതിന് ഇത് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഈ കൺസെന്റ് വേണം, അല്ലാതെ സാധ്യമല്ല. അപ്പൊ നമ്മള് ഈ സമീപിക്കുന്നത് എപ്പോഴും ഈ പേഴ്സോണിഫൈഡ്
ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് സാത്താൻ എന്നുള്ള അസ്തിത്വത്തെയാണ്. ഓക്കെ, വളരെ വ്യക്തമാണ് അതിന്റെ ഒരു പശ്ചാത്തലം ഫാദർ സ്റ്റാൻലി വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു. ഫാദർ സ്റ്റാൻലി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ഒരു ഓജോ ബോർഡ് അല്ലെങ്കിൽ അത്തരം ബ്ലാക്ക് മാസ് പോലുള്ള അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു ഒരു സാത്താനിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സാത്താൻ തന്നെയാണ് അതിൻ്റെ അകത്ത് കടന്നു വരുന്നത് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പല ഹോസ്റ്റലുകളും ഒക്കെ കേന്ദ്രീകരിച്ച് കുട്ടികൾ, യുവജനങ്ങൾ, കൗമാരക്കാർ ജിജ്ഞാസയുടെ പുറത്ത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പല അതിശയോക്തി കലർന്ന കഥകളും ഇപ്പോൾ ഈയിടയ്ക്ക് ഈ രോമാഞ്ചൻ സിനിമ ഇറങ്ങിയതിനു ശേഷം പല സിനിമാ താരങ്ങളും അല്ലെങ്കിൽ പല യുവാക്കളും ഒക്കെ തങ്ങളുടെ ചില വീരകഥകൾ, ചില നിറം കലർത്തി ഈ ഓജോ ബോർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരും എഴുതുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ ഓജോ ബോർഡ് ആ ഒരു കളിയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കളിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന മാനസികവും ആത്മീയവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ ഏതെങ്കിലും അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവെക്കാനുണ്ടോ ഫാദർ അരുൺ? ഈ ഓജോ ബോർഡ് ശരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വീജ ബോർഡ് എന്നാണ്. വീജ എന്ന് പറഞ്ഞ രണ്ടും ഫ്രഞ്ച് ജർമ്മൻ പദങ്ങളുടെ കോമ്പിനേഷൻ. അത് യെസ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് എന്നുള്ള ഉത്തരം തരുന്നു എന്ന് മാത്രമാണ് അതിന്റെ ഒരു ധ്വനിയൊക്കെ. ഇത് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. ആളുകളുടെ ബഹുമാനോടെ ശൈലജൻ പറഞ്ഞതുപോലെ ആളുകളുടെ ഒരു നിഗൂഢതയെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ അത് പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇതെന്തുകൊണ്ടാണ് വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് രണ്ട് വഴികളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്നെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യാത്മാവിനെ, മരണം മൂലം വേർപിരിഞ്ഞു പോയ ഒരു മനുഷ്യാത്മാവിനെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനോ ആരുടെയെങ്കിലും ഇംഗിതത്തിന് വിധേയപ്പെടുത്താനോ ഒന്നും ഒരിക്കലും പറ്റില്ല. കാരണം പരിശുദ്ധ സഭ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: മരണത്തോടുകൂടെ രണ്ട് കാര്യം സംഭവിക്കും. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകും, ശരീരം മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ദൈവത്തോടൊന്നാകുന്നതിന് വേണ്ടി കാത്തിരിക്കാവുന്ന ഒരു പ്രത്യേക അർത്ഥത്തിലാണത്. പെട്ടെന്ന് വിശദീകരിക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലും പോലും അതാണ് എന്റെ കാര്യം. അപ്പോൾ ദൈവത്തിന്റെ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് മനുഷ്യ ആത്മാവിനുള്ളത്. അവിടെ ആത്മാവും ശരീരവും വേർപിരിഞ്ഞു കഴിഞ്ഞു. പിന്നീട് ആ ഒരു വ്യക്തിയായി നിലനിൽക്കണമെങ്കിൽ അത് രണ്ടും കൂടെ ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ദൈവം ഒരാത്മാവിനെയും ഭൂമിയിലേക്ക് അലയാൻ വിടുന്നില്ല. ഒന്നുകിൽ സ്വർഗാവസ്ഥയിലായിരിക്കുന്നു, അല്ലെങ്കിൽ നരകത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്: ഒരിക്കലും ഒരു ആത്മാവിന്, മനുഷ്യാത്മാവിന് ഈ ഭൂമിയിലേക്ക് വരാനോ ഒരാൾക്ക് വിളിച്ചു വരുത്താനോ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാനോ കഴിയില്ല. ആത്മാവ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുവായിരിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ വിജാ ബോർഡ് ഉപയോഗിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? രണ്ട് വിധത്തിലാണ് അതിന് പ്രധാന സാധ്യതയുള്ളത്. ഒന്നാമത്തേത് അത് മനഃശാസ്ത്രപരമാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഈ ഉപബോധ മനസ്സിന് പലതരത്തിലുള്ള ശക്തികളും സാധ്യതകളും പ്രത്യേകതകളും ഉണ്ടെന്ന് നമുക്കറിയാം. ഈ വളരെ പ്രകടമായ ഹലൂസിനേഷൻസ്, ഡെലൂഷൻസ് പോലെയുള്ള മനഃശാസ്ത്ര പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ അടുത്തിരിക്കുന്നത് പോലെ തന്നെ അനുഭവിക്കുകയും അയാൾ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യാൻ ഈ സ്കിസോഫീനിയ പോലെയുള്ള മാനസിക വിഭ്രാന്തികളുള്ള ആളുകൾക്ക് പറ്റും. അവര് ആളുകളെ കാണും, നേരെ കേൾക്കും. അത് നമുക്ക് ഭയങ്കര അത്ഭുതകരമാണ് അവർക്ക് എങ്ങനെ അതുപോലെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാനസിക വൈകല്യമാണ്, അത്തരം ഒരു പ്രതിഭാസമാണ്. ഇത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഒരു രോഗമായിട്ട് വരാം, മാനസിക രോഗമായിട്ട് ആളുകൾക്ക് വരാം. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ ചെവിത്തിരിക്കുന്നതൊക്കെ കാണാമല്ലോ, മാനസിക രോഗമുള്ള ആൾ. അവർ വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം കേൾക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നും. ആളുകളെ കണ്ടവർ പേടിക്കും, ആളുകളോട് സംസാരിക്കും, ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ആ രോഗത്തിന്റെ ഭാഗമാണ്. ഇനി ഇതിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ചില സാധ്യതകളുണ്ട്. അന്തരീക്ഷം അതിന് യോജിച്ചതായി തീരുമ്പം, ഉദാഹരണത്തിന് മദ്യപിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വല്ലാതെ മദ്യപിച്ച് ബോധം കെട്ടിയ ചില ആളുകൾ ഒരാളെ കണ്ട് എന്നതുപോലെ സംസാരിക്കുന്നതോ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതോ ഒക്കെ നമ്മൾ കാണും. അപ്പോ അത് അവരുടെ ബ്രെയിൻ കൊടുക്കുന്ന ചില ഇമേജസ് ആണ്. അത് നമുക്ക് വളരെ സാധാരണ അർത്ഥത്തിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. ഒരു രാത്രിയിൽ കാണുന്ന ഒരു സ്വപ്നത്തിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. നമ്മളൊരു കടുവയൊക്കെ ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. നമ്മൾ ആ സമയത്ത് മുഴുവൻ ശരിക്കും ഉള്ളതാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനേക്കാൾ വ്യക്തതയോടുകൂടെ ഇമേജസ് കൊടുക്കാനും ശബ്ദങ്ങൾ കൊടുക്കാനും ഒക്കെ നമ്മുടെ മനസ്സിന് തന്നെ പറ്റും. അപ്പൊ അത് ചില പ്രത്യേക ഭയാനകമായ, ഏകാന്തമായ, അതിനുവേണ്ടി മാനസികമായൊക്കെ ഒരുക്കപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പം അത്ര ഹലൂസിനേഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് അക്വേർഡ് ആണ്. രോഗം വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വരുത്തുന്നത്, അത്ര ഹലൂസിനേഷൻസിലേക്കൊക്കെ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്നോ സംഘാത്മകമായിട്ടിരുന്നോ ഒക്കെ പോകുന്നത്, അത് പിന്നീട് പല പ്രാവശ്യം ആകുന്നതോടുകൂടി അവർക്ക് അത്തരം മാനസിക വൈകല്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇടവരും.
അവരെ ഒത്തിരി ആത്മഹത്യാ പ്രവണതകളിലേക്ക്, പലതരത്തിലുള്ള ഭയം, വിഷാദ രോഗം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി പ്രതിസന്ധികൾ കൊണ്ട് വല്ലാതെ നട്ടം തിരിയുന്ന കുട്ടികളെ കാണാറുണ്ട്. പലപ്പോഴും ഒരു അൺഹെൽത്തി മൈൻഡാണ് ഇതിന്റെ പിറകെ പോകുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു വ്യക്തി അതിന്റെ പിറകെ പോകില്ല. അതിനെക്കുറിച്ച് ജിജ്ഞാസ പോലും അധികം ഉണ്ടാവില്ല. അവൻ കരുതും അതിപ്പോ ഈ ചുമോര മണ്ടത്തിന് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. എന്നാൽ എന്തെങ്കിലുമൊക്കെ ദൗർബല്യമുള്ള, വൈകല്യമുള്ള, ബലമില്ലാത്ത മനസ്സിന്റെ ഉടമകൾക്ക്, പ്രത്യേകിച്ച് പാസ്റ്റ് എക്സ്പീരിയൻസ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക്, ചില നിഗൂഢമായ ഭയം പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവരതിന്റെ പുറകെ പോവുകയും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വല്ലാതെ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ വളരെ ഗൗരവമായി നമ്മൾ ഇതിന് തടയണം. ഇല്ലെങ്കിൽ അവരൊക്കെ പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളോ ചില വിഭ്രാന്തികൾക്കോ ഒക്കെ അടിമപ്പെടുന്ന ആളുകളായിട്ട് മാറും. അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു വശം. രണ്ടാമത്തെ വശം കുറെ കൂടെ സ്പിരിച്വൽ ആണ്. ഇത്തരം അനുഭവങ്ങൾ ഒന്ന് മനഃശാസ്ത്രപരമായി, മാനസികമായി ഉണ്ടാകാമെങ്കിൽ രണ്ടാമത് അത് പൈശാചികമായി ഉണ്ടാകാം. അതിനെക്കുറിച്ചാണ് നമ്മുടെ സ്റ്റാൻലിച്ചൻ വളരെ വിശദമായി സംസാരിച്ചത്. പൈശാചികമായി തന്നെ ഉണ്ടാകാം. അത്തരം സാത്താൻ സേവാ സംഘങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന, അവരൊരു വരുമാന മാർഗമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്തരം ബോർഡുകൾ, അത്തരം ടൂൾസ്, ഗെയിം മെറ്റീരിയൽസ് ഒക്കെ വലുതായി വിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് തന്നെയുണ്ട്. അതുവഴിയൊക്കെ ആളുകളെ പതുക്കെ പതുക്കെ സാത്താൻ സേവയിലേക്കും അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുവരാമെന്ന് അവര് കരുതുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ട്. പിന്നെ പ്രത്യേകമായും ഇത്തരം വസ്തുക്കളൊക്കെ ഉണ്ടാക്കുകയും വിറ്റഴിക്കുകയൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ പുറകിലുള്ള ഇത്തരം സ്വാധീനങ്ങൾ ഒക്കെ ആളുകളെ ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും വെറുതെ ഒരു നോർമൽ ഫിയർ ആയിട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ പോലും അത്തരം ദൈവീകമല്ലാത്ത ഭയങ്ങളിലൂടെയൊക്കെ പൈശാചിക ചിന്തകളോ അത്തരം തോന്നലുകളോ ഒക്കെ ആദ്യം ആരംഭിച്ച് പിന്നീട് അത് ഭയങ്കര ശക്തമായ അനുഭവങ്ങളായി മാറി, ചിലപ്പോഴൊക്കെ ഡെലിവറൻസ് പോലും ആവശ്യമായി വരുന്ന തരത്തിലുള്ള പൊസഷൻസിലേക്കൊക്കെ വ്യക്തികൾ അത്തരം ആളുകളൊക്കെ പോകാറുണ്ട്. ഒന്നാമതൊരു ദുർബല മനസ്കരാണ്. അതിന്റെ എന്ന് പറഞ്ഞാൽ വില്ലിനൊക്കെ, തന്റെ ശരീരത്തിന്റെ കാഴ്ചപ്പാടുകളുടെ മേൽ വില്ലിന് അത്ര ബലമില്ലാത്തവരാണ്. അപ്പൊ അവയുടെ മേൽ പിശാച് നിയന്ത്രണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അത് കൂടുതൽ ഉണ്ടായി വരുന്നത്. പലപ്പോഴും ഇത്തരം കച്ചവട മാധ്യമങ്ങളും, എനിക്ക് ആ സിനിമയൊന്നും കാണാൻ ശ്രദ്ധിച്ചില്ല, താല്പര്യമില്ല, പക്ഷെ അത്തരം കച്ചവട മാധ്യമങ്ങൾ, വിനോദോപാധികളൊക്കെ കുട്ടികളെ വല്ലാതെ വഴിതിരിച്ചു വിടുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ സഭ വളരെ ഗൗരവമായി നമ്മോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥമായ ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നിഗൂഢ ശക്തികളെ കുറിച്ചല്ല, വളരെ പബ്ലിക്കായ റെവലേഷൻ, പരസ്യമായ വെളിപാടിലൂടെ ദൈവം തന്നെ അവതരിപ്പിച്ചതിലേക്ക് തിരിയാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യഥാർത്ഥമായ അനുഭവം, അതീന്ദ്രിയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള, അഭൗമിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അനുഭവം അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് സ്വർഗീയമായിരിക്കേണ്ടതാണ്, പൈശാചികമല്ല ആകേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ദൈവത്തെക്കുറിച്ച് പറയപ്പെടണം. പലപ്പോഴും ഞാനിത് പറയുമ്പോൾ എന്നെ കൂടി ചേർത്ത് പറയട്ടെ, പലപ്പോഴും ഒക്കെ പല ചർച്ചകളൊക്കെ നമ്മുടെ ചർച്ചകൾക്ക് പോലും താല്പര്യം സാത്താന്റെ ശക്തി, അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പോലും കൂടുതൽ വരാറുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം പോലും. ദൈവത്തെക്കുറിച്ച് കൂടുതൽ പറയാനും ദൈവീക കാര്യങ്ങൾ നൽകുന്ന ആന്തരികമായ തൃപ്തിയെക്കുറിച്ചും അത് നൽകുന്ന വളർച്ചയെക്കുറിച്ചും അതൊരു മനുഷ്യന് നൽകുന്ന സ്വർഗീയ ജീവിത അനുഭവത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കാൻ നമ്മൾ അധ്വാനിക്കണം. സത്യത്തിൽ അങ്ങനെയും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം തിന്മകളെ മാറ്റിവിടേണ്ടതെന്നാണ് പറയാവുന്നത്. ഞാൻ എന്റെ ഓക്കെ അച്ഛാ. ഒപ്പം തന്നെ അച്ഛാ, ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം അച്ഛന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഒപ്പം രണ്ട് ചോദ്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നി നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്ന ആരും തന്നെ ഇത്തരം നിഗൂഢമായ കളിയിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവെക്കുന്ന ചില കളിച്ചവർ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് കളിക്കുമ്പോൾ കോയിൻ തന്നെ അങ്ങോട്ട് നീങ്ങുന്നു. ഒപ്പം തന്നെ ചിലർ കൃത്യമായി പറയാറുണ്ട്, ഈ ക്രിസ്തീയമായ സിംബലുകൾ, ഇപ്പോൾ കൊന്ത, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ധരിച്ച് ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ല. അത്തരം അവകാശവാദങ്ങളെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഒന്നാമത് ഇത്തരം അങ്ങനെ ആളുകളെ കുറച്ചുപേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെയാണ്. കുറച്ച് വർഷങ്ങൾ സ്ഥലമൊന്നും പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് അവർ സംസാരിക്കാനായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്തിരുന്നത് 4 പേര് കൂടി ഒരുമിച്ച്, അങ്ങനെ വേറെ കേസുകളും ഉണ്ട്, പക്ഷെ ഞാൻ ഈ പറയുന്ന കേസിൽ 4 പേര് കൂടി ഒരുമിച്ച് രാത്രിയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ബോർഡൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് അവർ ചോദിച്ചിരുന്നത്, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരീക്ഷയുടെ ചോദ്യങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്നിട്ട് അവർ തന്നെ അപ്പൊ അവരിങ്ങനെ അനുഭവപ്പെടുന്നു, കോയിൻ ഇങ്ങനെ നീങ്ങുന്നു, വിരൽ കോയിനിൽ വെച്ചിരിക്കുന്നു, അതിങ്ങനെ മൂവ് ചെയ്തു പോകുന്നു. അപ്പൊ ആ ചോദ്യം വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ എസ് അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ വൈ എന്നുള്ള അതിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം അതുപോലെ തന്നെ ആ ഉത്തരം വന്നു എന്നൊക്കെയാണ് അവർ പറയുകയൊക്കെ ചെയ്തത്. 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇവർ ഒരുക്കുന്ന അന്തരീക്ഷമാണ്. എത്ര വിശ്വാസമില്ല ഇതിനകത്തുനിന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്ന് പോയിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ശകലം വിശ്വാസം അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഭയം കലർന്ന ഒരു ഉത്കണ്ഠ, ഒരു ജിജ്ഞാസ അതിനകത്ത്, ഒരു ഗൂഢമായ ജിജ്ഞാസ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി സമാന മനസ്കരായ ആളുകളാണ് അവിടെ ഒരുമിച്ച് കൂടിയത്.
അത് അവരൊരു മാസ് ഹിസ്റ്റീരിയയിലേക്കൊക്കെ നയിക്കും. മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ 4 പേര് രാത്രി അങ്ങ് നടന്നു പോകാന്ന് വിചാരിച്ചു. ഒരാൾ ഒരു വള്ളിയെത്തിട്ട് അയ്യോ എന്ന് നിലവിളിച്ച് കഴിഞ്ഞാൽ 4 പേര് ഒരുമിച്ച് പാമ്പിനെ കുറിച്ച് ചിന്തിക്കും. പെട്ടെന്ന് പാമ്പാണല്ലോ എന്ന് ധരിക്കുകയും ഒരുപോലെ ഭയപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ അന്തരീക്ഷം അവർ ഒരുക്കി വെക്കുന്നു. അല്ലാണ്ട് ഒരു പകല് നട്ടുച്ചയ്ക്ക് ഒരു വെയിലത്ത് പോയി നിന്നൊന്നും ആരും ഇത് ചെയ്യത്തില്ലല്ലോ. അങ്ങനത്തെ അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത്, അതായത് തന്നെ ഭയപ്പെടുത്താനും തന്റെ ഉപബോധ മനസ്സിനെ ഉണർത്താനും ബോധമുള്ള ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് അവയെ ശക്തിപ്പെടുത്താനൊക്കെയുള്ള ശ്രമമാണ് ഇത്തരം അന്തരീക്ഷം ഒരുക്കലിനകത്ത് നടക്കുന്നത്. അങ്ങനത്തെ അന്തരീക്ഷങ്ങൾ ഒരുക്കി അത് ചെയ്തു കഴിയുമ്പം അത് അവരുടെ ബോധ മനസ്സിനെയും കൂടെ സ്വാധീനിക്കാൻ തുടങ്ങും. പിന്നെ അകാരണമായ ഭയം, ഇതൊക്കെയാണ് അവരിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അകാരണമായ ഭയം, പുറത്തിറങ്ങില്ല, അവർ മുറിയിൽ തന്നെ അടച്ചിരിക്കും. പിന്നെ അത്തരം പുസ്തകങ്ങളൊക്കെ തേടി വായിക്കും, ഡ്രാക്കുള പോലത്തെ നോവലുകളൊക്കെ തപ്പിപ്പേടി വായിക്കും. അത്തരം സിനിമകൾ കുത്തിയിരുന്ന് രാത്രി ഭയത്തോടെ ഇരുന്ന് കാണും, എന്നിട്ട് നിലവിളിക്കും, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതിരിക്കും. ഇത്തരം കഥകളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. എന്നിട്ട് കാണുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോകും. പലരും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുചെല്ലും. പരീക്ഷകൾക്ക് നിരന്തരം തോൽക്കും. ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി, പിന്നീട് ആരെങ്കിലുമായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആവും, പലതരത്തിലുള്ള തിന്മകളിലേക്ക് പോകും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അത്തരം കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് പലതരത്തിലുള്ള തിന്മകളിലേക്ക്, പ്രത്യേകിച്ച് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട തിന്മകളിലേക്ക്, സെക്ഷൽ അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട തിന്മകളിലേക്കൊക്കെ വളരെ അധികം പോകുന്നത് ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നോട് വേറെ കാര്യം കൂടെ ചോദിച്ചായിരുന്നു, ഈ ക്രിസ്തീയമായിട്ടുള്ള ഈ സിംബലുകൾ. ഇത് ഒരു സിംബൽ ഉപയോഗിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത്, ഒന്നാമത് നമുക്കറിയാം വിശുദ്ധീകരിക്കപ്പെട്ട വ്യഞ്ചരിച്ച വസ്തുക്കളുടെ സാന്നിധ്യം സകല തിന്മകളെയും കാസ്റ്റ് ചെയ്യുന്നതാണ്. വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ പിശാചിന് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും അറിയാം. അത് നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു വശമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വശം, അത് അവരിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വിചാരം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആ ആളോട് ചുമ്മാ ഒരു പെൻസിൽ കൊടുത്തിട്ട്, പേന കൊടുത്തിട്ട്, ഇത് വെഞ്ചരിച്ച വസ്തുവാണ്, ഇത് വെച്ചാൽ പിശാചു വരില്ല, നിന്റെ ഓജോബോർഡ് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ അതവിടെ വെച്ചാൽ അവർക്കത് വർക്കൗട്ട് ആവത്തില്ല. കാരണം അത് അവരുടെ മൈൻഡ് കൊടുക്കുന്ന ഒരു സജഷനും കൂടെ കൂടിയാണ്. ഇത് രണ്ടും അതിനകത്തുണ്ട്. സ്വാഭാവികമായി പൈശാചിക സാന്നിധ്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റു തിന്മകളൊക്കെ ആയിട്ട് കലർന്നാണ് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, അത് ഉറപ്പായിട്ടും ഈ അവരുടെ മേൽ പിശാചിന്റെ നിയന്ത്രണം വരുത്താൻ ഇടവരുത്തും. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ ഫാദർ അരുൺ അത് അവതരിപ്പിച്ചു. ശ്രീ ജോൺസൺ പൂന്തുരുത്ത്, ആദ്യമേ അങ്ങേ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി തന്നെ മികച്ച ലേഖനങ്ങൾ ദീപിക ദിനപത്രത്തിലൂടെയും ഒക്കെ അങ്ങ് എഴുതി. ഈ കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി ഈ ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ലേഖനം, അതിനു മുൻ വർഷങ്ങളിലൊക്കെ ദീപിക ദിനപത്രത്തിൽ ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് മാസ് പോലുള്ള അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങ് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അങ്ങ് എഴുതുകയുണ്ടായി. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട 2 വൈദികരും ഇത് യുവതലമുറയെ, നമ്മുടെ കുട്ടികളെ എത്രത്തോളം രൂക്ഷമായിട്ടാണ്, എത്രത്തോളം ഗുരുതരമായിട്ടാണ് ഇത്തരം തിന്മകൾ ബാധിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. നമ്മുടെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ട ഈ ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഓജോ ബോർഡിന്റെ സ്വാധീനം, ഈ ബ്ലാക്ക് മാസിന്റെ സ്വാധീനം, ഒപ്പം തന്നെ ചില പൈശാചിക സിംബലുകളുടെ സ്വാധീനം, പൈശാചികമായിട്ടുള്ള മ്യൂസിക്കുകൾ, അതൊക്കെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു മൗനം പാലിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു ഭയം കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു സ്വാധീനം കൊണ്ടാണോ ഇത്തരം ചില വിഷയങ്ങളിൽ ഒരു മൗനം പാലിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നു? ശ്രീ ജോൺസൺ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും നമ്മുടെ യുവാക്കളും കുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകാൻ കാരണം, മുമ്പ് അച്ഛന്മാരെ സൂചിപ്പിച്ചതുപോലെ, ഒരു ജിജ്ഞാസ, പ്രത്യേകിച്ച് യുവത്വത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് എപ്പോഴും ഒരു അഭിനിവേശം കാണിക്കുക എന്നുള്ളത് യുവത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഡ്രഗ്സിലേക്കൊക്കെ ആൾക്കാർ പോകാനുള്ള ഒരു കാരണവും ഇങ്ങനെയുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ഹീറോ ആയി മാറും എന്നുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ യുവതലമുറയ്ക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഇവരുടെ അഭിവാജ്ഞ ശക്തമാകാനുള്ള ഒരു കാരണം. ഈ ഓജോ ബോർഡ് പോലെയുള്ള നിഗൂഢമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിൽ വലിയ മറ്റുള്ളവരുടെ മുന്നിൽ ഹീറോ ആയി മാറും. ഏതോ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത, ധൈര്യമില്ലാത്ത എന്തോ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ കുട്ടികളെ ഭരിക്കുന്നത് കൊണ്ടാണ്, അല്ലെ യുവാക്കളെ ഭരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഞാൻ ഈ വിഷയം കഴിഞ്ഞ ഒരു രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ റിലീസായതിനു ശേഷം ഞാൻ ആ സിനിമ കണ്ടിരുന്നു. സിനിമയിലെ ഇതാണ് ഒരു പ്രധാനമായിട്ട് തീമായിട്ട് വരുന്നത്.
എങ്കിലും മൊത്തത്തിൽ ആ സിനിമയുടെ ഒരു സന്ദേശം നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു സന്ദേശം, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ബാംഗ്ലൂരിൽ ഒന്നിച്ച് ജീവിച്ചിരുന്ന കുറെ യുവാക്കള് അവര് ഇങ്ങനെയുള്ള ഒരു ഓജോ ബോർഡ് പോലുള്ള ഒരു പരീക്ഷണത്തിന് മുതിർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ പ്രതിസന്ധികളും കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും ഭയവും അങ്ങനെയുള്ള ഓരോ മാനസിക പ്രശ്നങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ സന്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. അതേസമയം ഇങ്ങനെ ഒരു തീമുമായിട്ട് ആ സിനിമ വന്നതുകൊണ്ട് അത് മറ്റു പല ചർച്ചകളും സോഷ്യൽ മീഡിയയിലും മറ്റു രീതികളിലുമൊക്കെ ഉയർത്തി ഓജോ ബോർഡിനെ വീണ്ടും ഒരു സജീവ ചർച്ചയാക്കുവാൻ ആ സിനിമ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് സൂചിപ്പിക്കാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിച്ച ചില താരങ്ങള് ഈ ചർച്ചകളിൽ, സിനിമയുടെ പ്രൊമോഷൻ ചർച്ചകളിൽ വന്നിരുന്നതിന് ശേഷം ഞങ്ങളുടെ ഈ പല പഴയകാല ജീവിതത്തില് അല്ലെങ്കിൽ യുവാക്കളായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓജോ ബോർഡ് പരീക്ഷണങ്ങൾ നടത്തുകയും അത് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ഇതിനെ വലിയ ഒരു വീരപരിവേഷത്തോടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടണമെന്ന് തോന്നിയത്. കാരണം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും സിനിമ കാണാത്തവർ പോലും ഇതിലേക്ക് കടന്നു വരികയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്റ്റലുകള്, കോളേജുകള്, കുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ പലപ്പോഴും നേരത്തെ ഈ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നേരത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് അപരിചിതൻ സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലൊക്കെ അധ്യാപകർ എന്നോട് പറയുമായിരുന്നു, സിനിമ കണ്ടതിന് ശേഷവും പറഞ്ഞു കേട്ടുമൊക്കെ ഇതിന് പരീക്ഷിക്കാൻ ശ്രമിച്ച പല കുട്ടികൾക്കും മാനസികമായ പല പ്രശ്നങ്ങളും ആ കാലത്ത് ഉണ്ടായതായിട്ട് അധ്യാപകർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ഇത് എഴുതണം എന്ന് തോന്നിയത്. ഈ മറ്റു മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത്, ഇതിന്റെ അകത്ത് ആധ്യാത്മികമായ മതപരമായ കുറച്ച് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്, മനഃശാസ്ത്രപരമായ കുറെ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്, സാമൂഹികമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. മതപരമായ വിഷയങ്ങൾ ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ അച്ഛന്മാര് ഇവിടെ ഈ വിഷയം പഠിച്ചവരും ഇതിന്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ കഴിവുള്ളവരുമായ അച്ഛന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഒരിക്കലും അതിനെ ഉൾക്കൊള്ളുവാനും അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് ഈ വിഷയത്തെ വിശദീകരിക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ വിഷയത്തെ തൊടാത്തതിന്റെ ഒരു കാരണം. പിന്നെ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മതപരമായ വിഷയം മാത്രമല്ല, മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യണം. കാരണം ഇതിന്റെ ആത്മീയ തലത്തിന് അപ്പുറത്തേക്ക് മനഃശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടും ഇത് അപകടകാരിയായ സംഭവമാണ് എന്നുള്ളതാണ് വിലയിരുത്തിയേക്കുന്നത്. കാരണം നമ്മുടെ ഉപബോധ മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ചില പ്രത്യേക അന്തരീക്ഷത്തില് ഈ ഓജോ ബോർഡിന്റെ ചുറ്റും നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു വരുത്തുന്ന ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അവരുടെ മാനസികാവസ്ഥ മാറുകയും അവരതിന്റെ അടിമയായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഓജോ ബോർഡിൽ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇവർ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടും. അതുപോലെ മാനസികമായ സംഘർഷം, ആശയക്കുഴപ്പം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈ ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന പോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി മാനസിക പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള നിരവധി മാനസിക പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ഇതിന്റെ സാമൂഹികമായ ഒരു തലമാണ്. സാമൂഹികമായ വിഷയത്തില് മറ്റുള്ള സമൂഹത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാനും, ഒരുപക്ഷെ ഇങ്ങനെ കടന്നു വരുന്ന തെറ്റായിട്ടുള്ള സ്പിരിറ്റുകൾക്ക് ഈ മനുഷ്യരെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിക്കാൻ, സമൂഹത്തിൽ തിന്മ ചെയ്യിക്കുവാൻ, പൊതുസമൂഹം തെറ്റെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്യിക്കുവാൻ ഈ സ്പിരിറ്റുകൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഇതിന്റെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മെ നിയന്ത്രിക്കുന്ന, ഓജോ ബോർഡിലൂടെ നമ്മെ നിയന്ത്രിക്കുന്ന ആ സ്പിരിറ്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വ്യക്തി നിർബന്ധിതരാകും. നമ്മുടെ പല അപകടകരമായ ഗെയിമുകളിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ കൊലപാതകങ്ങളെ, മോഷണം, അങ്ങനെയുള്ള തെറ്റായ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് ഈ വ്യക്തിയെ നയിക്കുവാൻ ഈ സ്പിരിറ്റിന് കഴിയും എന്നുള്ളതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ തീർച്ചയായും ഈ വിഷയത്തെ എടുക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും മാധ്യമങ്ങൾക്കും നെഗറ്റീവായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് മാധ്യമങ്ങൾക്കും പലപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ ഇതിനെ തൊടാൻ മടിക്കുന്നത്.
ഓക്കെ. ഒപ്പം തന്നെ ശ്രീ ജോൺസൺ, ഒരു കാര്യം അങ്ങയോട് ചോദിക്കുന്നത്, ഇത്തരം വിഷയങ്ങളിൽ അങ്ങ് കൃത്യമായി തന്നെ ലേഖനങ്ങളും ഒക്കെ എഴുതുന്നു. ഈ വർഷങ്ങൾക്ക് മുമ്പ് ദീപിക ദിനപത്രത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയൊരു പരമ്പര തന്നെ ഈ ബ്ലാക്ക് മാസിനെതിരെ, സാത്താനിക ആരാധനയ്ക്കെതിരെ ഒക്കെ വന്നിരുന്നു. ഇത്തരം ലേഖനങ്ങളൊക്കെ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നോ? ഇപ്പം വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം ഭീഷണികൾ വന്നിരുന്നോ? ഇല്ല, അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ പലരും എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം, അവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴേ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒട്ടും സ്വീകാര്യത ഇല്ലാത്തത് കൊണ്ട് ഇത് മറഞ്ഞിരുന്ന് ചെയ്യാനാണ് ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ശ്രമിക്കുന്നത്. പിന്നെ ഇത് ആരാണ് ഇത് എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടി പലരും ശ്രമിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓഫീസിലൊക്കെ വിളിക്കുകയും നമ്മളെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. നേരിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ അവർ വെളിച്ചത്ത് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നില്ല. അതേസമയം പാശ്ചാത്യ രാജ്യത്തോ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ സാർവത്രികമായ നാടുകളിൽ ഒരുപക്ഷെ അവർ നേരിട്ട് രംഗത്തിറങ്ങി ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിശബ്ദരാക്കാനോ ഒക്കെ ശ്രമിച്ചെന്നിരിക്കാം. ഓക്കെ, വ്യക്തമാണ്. ഫാദർ സ്റ്റാൻലി, ശ്രീ ജോൺസൺ പറഞ്ഞു നിർത്തിയൊരു വാക്കുണ്ട്, ഈ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ഈ ഓജോ ബോർഡിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഈ മറഞ്ഞിരുന്ന് ഈ ഇരുട്ടത്തിരുന്ന് ഈ സഭയ്ക്കെതിരെ ഒക്കെ ആക്രമിക്കുന്ന ചില ഗൂഢശക്തികളുണ്ട്. അവയെക്കുറിച്ചും കൃത്യമായി തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫ്രീമേസൺ, ഇലുമിനാറ്റി പോലുള്ള സംഘങ്ങൾ. ഈ ഫ്രീമേസൺ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മിഠായി കടലാസിൽ പൊതിഞ്ഞ ഒരു വിഷമാണ് എന്നത് പലർക്കും അറിയത്തില്ല. ഇപ്പം സഭയിൽ പോലും കാര്യമായ സ്വാധീനം ചെലുത്താൻ ഈ ഫ്രീമേസൺ സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട? എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എത്രത്തോളം സ്വാധീനം ഇവർക്ക് ഈ സഭയിൽ, ഒപ്പം തന്നെ ഈ സമൂഹത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്? ഫാദർ സ്റ്റാൻലി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ഇത്തരത്തിലുള്ള ഈ പ്രവണതകളെല്ലാം നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്, എവിടെയാണ് ഇതൊക്കെ ഉത്ഭവിച്ചത് എന്ന് ആർക്കും അറിയില്ലെന്നുള്ളത്. നമ്മൾ ഇതിന്റെ ചരിത്രം വായിച്ചാൽ, ഏതിന്റെ ഒരു ചരിത്രം, ഇപ്പൊ ഫ്രീമേസന്റെ ആയാലും ഓജോ ബോർഡിന്റെ ആയാലും ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും സംരംഭങ്ങളുടെയും ഒക്കെ പിന്നില് ആരാണ്, എവിടെയാണ് എന്നൊന്നുമില്ല. അത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ ഉത്ഭവസ്ഥാനം ഒരിക്കലും ആർക്കും അറിയില്ല എന്നുള്ളത്. ഈ പറയുന്ന ഒന്നിന്റെ അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തത്, ഇതിനെല്ലാം ഒരു രഹസ്യ സ്വഭാവം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഇതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും പണ്ടും ഇപ്പൊ വിദേശത്താണേലും ഇതിനൊരു രഹസ്യ സ്വഭാവത്തിലാണ് എപ്പോഴും ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുന്നു എന്ന് പറയുന്നതിൽ തന്നെ നമുക്കറിയാം ഇത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതത്തിനൊക്കെ ഇതിൽ കാര്യമുണ്ട്. മതത്തിനൊന്നും ഇതിൽ കാര്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മതത്തിന്, എല്ലാ മതങ്ങൾക്കും, പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തിന് ഇതിൽ പ്രത്യേകമായൊരു താല്പര്യം കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ പ്രബോധനങ്ങൾ സഭയ്ക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ രീതിയിൽ ഇതൊക്കെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നറിയില്ല. ഇത് വിളിച്ചു ചേർക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെയാണ്. അതുപോലെ തന്നെ ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് സമൂഹത്തെ ഏറെ, ഇപ്പോ നേരത്തെ അരുണച്ചൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ വൈദികരും മിക്കവാറും എല്ലാവരും തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഒത്തിരിയേറെ യുവാക്കളെയും കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഈ പ്രശ്നത്തിന്റെ പേരിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മാനസിക വൈകല്യത്തിലേക്കും ചില ഭയത്തിലേക്കും ഒക്കെ ഇവർ പോകാറുണ്ട്. അപ്പൊ ഇത് സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഒരു തിന്മയുടെ അധിനിവേശം അല്ലെങ്കിൽ തിന്മയുടെ അഭിനിവേശമാണ് ഒരു മതപരമായ കാഴ്ചപ്പാടിൽ ഇതിനുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ സാമൂഹികമായ തലത്തിലും ഇത് സമൂഹത്തിൽ ധാരാളമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല കുടുംബങ്ങളിലും ഇതിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പലതരം അഡിക്ഷൻസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മദ്യത്തിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയോ അത്തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നു. ലൈംഗികമായ അഡിക്ഷൻസിലേക്ക് പോകും. അപ്പൊ ഇത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ, ഇപ്പോ ശ്രീ ജോൺസൺ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിന്റെ നാശം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികള് മാനസിക വിഭ്രാന്തിയിലേക്ക് പോകാൻ ഇടവരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കേണ്ടതല്ലേ
എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു ഫ്രീ മെയ്സനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഓജോ ബോർഡിനെ കുറിച്ചായിരുന്നു ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്ന് ഫ്രീ മെയ്സൺസിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് പറയാണ്, ഫ്രീ മെയ്സൺസ് എന്ന് പറയുന്ന ഒരു സംഗതി 1717 ഇതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. അതിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് 1717 ഇംഗ്ലണ്ടിലാണെന്ന് പറയുന്നു. പക്ഷെ അതിനു മുമ്പേ മധ്യയുഗ കാലഘട്ടങ്ങളിൽ തന്നെ ഫ്രീ മെയ്സൺസ് ഉണ്ടായി എന്ന് പറയാം. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ മധ്യയുഗ കാലം നമുക്കറിയാവുന്നതുപോലെ നവോത്ഥാനത്തിന്റെ ഒരു കാലമൊക്കെ ആയിരുന്നതുകൊണ്ട് പലതരം കത്തീഡ്രലുകളുടെയും അതുപോലെ തന്നെ പൗരാണികമായ ഒത്തിരിയേറെ സൗധങ്ങളുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ധാരാളം ശില്പികളുണ്ട്. ഈ ശില്പികളുടെ ഒരു സംഗമമായിരുന്നു ആദ്യകാലത്ത് ഈ മെയ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗമമായിട്ട് മാറിയത്. പിന്നീട് കാരണം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇത്തരത്തിലുള്ള സൗധങ്ങളുടെ, പ്രത്യേകിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റോമിലും വത്തിക്കാനിലും ഒക്കെ, നമ്മൾ ഇറ്റലിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് പോലെ അത്യന്തം കലാപരമായ രീതിയിലുള്ള ഇത്തരം സൗധങ്ങളുടെയൊക്കെ പണികളൊക്കെ നിന്ന ഒരു കാലഘട്ടത്തിൽ ഈ മെയ്സൺസ് ഒരുമിച്ച് കൂടുന്ന ചില ലോഡ്ജിങ് ഉണ്ട്. അത്തരത്തിലുള്ള ലോഡ്ജുകളിൽ അവർ കൂടി അവരിതിനെക്കുറിച്ച് അവരുടെ കലാപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയെന്നും പൗരാണിക മതങ്ങളുടേതായ ചില മാമൂലുകൾ അവർ കടമെടുത്തുവെന്നും ഒക്കെയാണ് പറയുക. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഫ്രീ മെയ്സൺ സംവിധാനം ഒരു മതപരമായ രീതിയിൽ കൊണ്ടുവരപ്പെട്ടത്. എന്നിട്ട് അവർക്ക് അതിന് ചില ചിന്തകളുണ്ട്. ഉദാഹരണത്തിന് സുപ്രീം ബീയിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ വിശ്വസിക്കണം. ഇതാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്. ഒരു സുപ്രീം ബീയിങ് ഉണ്ട്, അതിൽ വിശ്വസിക്കണം. പിന്നെ അവർ പറയുന്നത് അവര് മൊറാലിറ്റി കീപ്പ് ചെയ്യണം, ചാരിറ്റി കീപ്പ് ചെയ്യണം, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതിനും ഒരു രഹസ്യ സ്വഭാവമാണ് നമ്മൾ കാണുക. ഈ രഹസ്യ സ്വഭാവം കാണുന്നു എന്ന് മാത്രമല്ല, ഇത് ഇപ്പോ നമുക്ക് ഒരു 1961 കാലഘട്ടത്തിലാണ് ഇന്ത്യയില്, പ്രത്യേകിച്ച് ഡൽഹിയില് ഒരു സമ്മേളനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു, ഫ്രീ മെയ്സൺസിന്റെ സമ്മേളനം. അപ്പൊ ഇംഗ്ലണ്ട് അവിടെ നിന്നൊക്കെ ധാരാളം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ സാമൂഹിക ക്രമത്തിന് അപ്പുറത്ത് നിന്നുള്ള ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നത് ഒരു വശം. അതിന്റെ പിന്നിൽ ഒന്നും നല്ല ലക്ഷ്യങ്ങളല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. ഈ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫാദർ സ്റ്റാൻലി, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ കത്തോലിക്ക സഭയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലേ ഫാദർ സ്റ്റാൻലി? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സഭ എന്നും ഇതിന്റെ ഈ കാര്യം വളരെ ഗൗരവത്തോട് കാണുന്നത്. ഇത് പലപ്പോഴും ആന്റി ക്ലെറിക്കൽ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് ഒത്തിരി തെളിവുകളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. സഭയിലെ വൈദിക ശുശ്രൂഷയ്ക്കെതിരെ വിരുദ്ധമായ രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. തന്നെയല്ല, സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമാണ് സഭ. അതുകൊണ്ടാണ് ഇത്ര ഗൗരവമായിട്ട് ഇതിനെ കാണുന്നത്. സഭയുടെ പഠനങ്ങൾക്ക് ഇത് വിരുദ്ധമാണ്. കാരണം സൈറ്റനിക് പവർ എന്ന് പറയുന്ന ഒരു പവർ എന്നും തിന്മയുടെ പവർ. ആ തിന്മയുടെ ശക്തി സമൂഹത്തിന്റെ ക്രമത്തെ നശിപ്പിക്കും, കുടുംബത്തിന്റെ ക്രമത്തെ നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ ക്രമത്തെ നശിപ്പിക്കും. അങ്ങനെ ഒരു തിന്മയുടെ അധിനിവേശം ഉള്ളിടത്ത് അതിനെതിരെ പടപൊരുതുക എന്നുള്ള പറയുന്നത് സഭയുടെ വലിയ ദൗത്യമാണ്. നേരത്തെ അരുണച്ചൻ സൂചിപ്പിച്ചതുപോലെ സഭ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അധികം പറയുന്നില്ല എന്ന് ചോദിക്കാം. അങ്ങനെ സഭ ഇതിനെക്കുറിച്ച് അധികം പറയാറുമില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കലാണ്. അപ്പോ ദൈവരാജ്യത്തെക്കുറിച്ചും മനുഷ്യകുലത്തിന്റെ രക്ഷയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. ഈ ദൗത്യത്തിനാണ് സഭയ്ക്ക് എപ്പോഴും പ്രാമുഖ്യമുള്ളത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന തിന്മയുടെ ശക്തി. അപ്പൊ വിരുദ്ധമായി ഒന്നിനെ പ്രഘോഷിക്കേണ്ട കാര്യം സഭയ്ക്കില്ല. അപ്പൊ അതേസമയം ഇത്തരത്തിൽ സഭയുടെ മക്കളോ അല്ലെങ്കിൽ സമൂഹത്തിലെ നമ്മുടെ എല്ലാവരും സഭയുടെ മക്കളാണ്. സമൂഹത്തിലെ ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് പുതിയ തലമുറ, ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീന ശക്തികളിലൊക്കെ പോകുന്നു എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. വളരെ വ്യക്തമാണ്. ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞു, ഈ ഫ്രീമേസൺ അത് പുറമേക്ക് നോക്കുമ്പോൾ വളരെ ചില ചാരിറ്റി പോലുള്ള ആശയങ്ങളൊക്കെ അത് മുന്നോട്ട് വയ്ക്കും. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇന്റർനെറ്റ് യുഗമാണ്. ഏതൊരു കുഞ്ഞിന്റെ വിരൽത്തുമ്പിലും ഏത് തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ സഭ കുറെ കൂടി അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും ഒരു കാലോചിതമായി ഇത്തരം കാലത്തിനനുസൃതമായ ഇത്തരം വെല്ലുവിളികൾ ഈ ഫ്രീമേസൺ ഉയർത്തുന്ന അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്ത ഓജോ ബോർഡ്, അത് കാലോചിതമായിട്ടുള്ള ഒരു പ്രഘോഷണം, ഒരു അവബോധം കുറെ കൂടി ശക്തമാക്കേണ്ടതല്ലേ ഫാദർ സ്റ്റാൻലി?
അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ചോദ്യം പലപ്പോഴും പലരോടായിട്ട് സഭാ നേതൃത്വത്തിൽ ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് സഭ ഇത് വളരെ ഗൗരവമായി കണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അതായത് സഭയുടെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളും തിന്മയുടെ ശക്തികളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് സഭ ചെയ്തിട്ടുള്ളൊരു കാര്യം സഭയിലെ മക്കളെ ആയാലും മറ്റുള്ളവരെ ആയാലും ബോധവൽക്കരിക്കുകയും അവരുടെ വിശ്വാസത്തെ വളർത്തുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതാണ് സഭ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സഭയുടെ വിശ്വാസം അനുസരിച്ച് തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കാൻ കഴിയുന്നത് കൃപയിലൂടെയാണ്. ഗ്രേസ് എന്ന് പറയും. ക്രിസ്തു നേടി തന്നിട്ടുള്ള ക്രിസ്തുവിന്റെ സഹനവും മരണവും ഉത്ഥാനവും വഴി നേടിത്തന്നിട്ടുള്ള കൃപകളിലൂടെയാണ്. ഈ കൃപകളുടെ സോഴ്സ് ഒരു വിധത്തിൽ ക്രിസ്തു തന്നെ ആയതുകൊണ്ട് ഒരു വളരെ വ്യക്തമായിട്ട് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വസിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വസിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിളിലൊക്കെ പറയുന്നു, പൗലോസ്ലീഹ പറയുന്നുണ്ട് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 3:16, 6:19 ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്ന് പറയുന്നത്. അപ്പൊ സഭ അത് ഉറച്ചു വിശ്വസിക്കുകയാണ്. ക്രിസ്തു തന്നെ തന്റെ ഉദ്ധാനം കഴിഞ്ഞ് ശിഷ്യരുടെ മേൽ ഊതിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് എല്ലാ ക്രൈസ്തവരും. അതിനെക്കുറിച്ച് സഭയുടെ ഒരു പ്രബോധനം എന്ന് പറഞ്ഞാൽ എവരി ബാപ്റ്റൈസ്ഡ് പേഴ്സൺ ഇസ് ദ ടെമ്പിൾ ഓഫ് സ്പിരിറ്റ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമായതുകൊണ്ട് ഒരു ശക്തിക്കും ദുഷ്ടാരൂപികൾക്കും കൺസെന്റ് ഇല്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതെ കടന്നു വരാനായിട്ട് സാധ്യമല്ല. ഇത് സഭ നിരന്തരമായിട്ട് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള യേശു തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഈ ദുഷ്ടശക്തികളെ ജാഗ്രതയോടെ കാണണമെന്നും അവയ്ക്ക് എതിരായിട്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിങ്ങളെ ജാഗ്രത പുലർത്തണമെന്നുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മൾ ഇല്ലാതാക്കാനായിട്ടോ പ്രവണതകൾ ഇല്ലാതാക്കാനായിട്ടോ ശ്രമിക്കുന്നതിനേക്കാൾ കാരണം തിന്മയുടെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതോറും അത് കൂടുതൽ ശക്തമായിട്ട് വരുള്ളൂ. ഇപ്പൊ നേരത്തെ അരുണച്ചൻ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും ചിലപ്പോ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇതിന് കൂടുതൽ പ്രൊപ്പഗാന്ത കിട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ ഇതിലേക്ക് ആകൃഷ്ടരാകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും വന്നേക്കാം. ഇതിന്റെ എത്രയാണ് ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാലും ഇത് പൈശാചിക ശക്തി തന്നെയാണെന്നും ഇത് മനുഷ്യന്റെ നാശത്തിനാണ്, കുടുംബങ്ങളുടെ നാശത്തിനാണ്, സമൂഹത്തിന്റെ നാശത്തിനാണ്, ഇതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്, ഇത് സാമൂഹിക ക്രമങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ നമ്മൾ എത്രമാത്രം പറഞ്ഞാലും ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിലും ഈ പൊതുവേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ചായ്വും ഇതൊക്കെ ഇതിനെ കൂടുതൽ ചിലപ്പോ ആകൃഷ്ടരാക്കും എന്ന ഭയം കൂടെ നമുക്ക്. ഓക്കെ, വ്യക്തമാണ്. ഫാദർ അരുൺ, നമ്മൾ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച മറ്റൊരു പോയിന്റാണ് ഈ പ്രത്യേകിച്ച് ഈ നിഗൂഢ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികൾ ഈ അടുത്ത നാളുകളിൽ ശക്തി പ്രാപിക്കുന്നു. ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതിയിൽ നിന്ന് വിഭിന്നമായി റേക്കി, അക്യുപഞ്ചർ പോലുള്ള ചികിത്സാ രീതികൾ അത് യഥാർത്ഥത്തിൽ സഭാത്മകമാണോ? ഒപ്പം തന്നെ ഫാദർ സ്റ്റാൻലി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് ആശയങ്ങൾ അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കാം. ഫാദർ അരുൺ. ഇത് രണ്ടും പരസ്പരം ബന്ധിതമായ കാര്യങ്ങളാണ്. ഈ സൗഖ്യത്തിന്റെ ചില ചികിത്സാ രീതികൾ എന്ന് പറയുന്ന, എന്നാൽ വ്യക്തമായ മെഡിക്കൽ സയൻസിന്റെ സപ്പോർട്ട് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചില മാർഗങ്ങൾ ഉപയോഗിച്ച് സൗഖ്യം കൊണ്ട്, ഇപ്പൊ റേക്കി പറഞ്ഞതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന് റേക്കിയുടെ കാര്യം എടുത്താൽ അത് ശരീരത്തിന്റെ പുറത്തുള്ള ഒരു പ്രത്യേക എനർജിയെ നീക്കിക്കളയുകയോ വൈപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലാണ് അവരത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നിഗൂഢമായ വിധത്തിൽ നിഗൂഢ ശക്തികളെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഒരാളുടെ രോഗം സുഖപ്പെടുത്താനായിട്ട് മരുന്നല്ലാതെ നിഗൂഢമായ ചില ശക്തികളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നോ, കുറച്ചുകൂടെ കൃത്യമായി പറയും, ഇതെല്ലാം ന്യൂ ഏജ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് പ്രകൃതിയിൽ ഉണ്ട് എന്ന് അവർ കരുതുന്ന എനർജികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിന്റെ ഒരു ധ്വനി. ന്യൂ ഏജ് മൂവ്മെന്റ് മുഴുവനും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. നമ്മുടെ കാത്തലിക്സ് പോലും പല അവസരങ്ങളിൽ ഈ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയാണുള്ളത് എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ എനർജി എന്ന് പറയുന്ന സംവിധാനം അത് കാത്തലിക്കമല്ല. അങ്ങനെ ഒരു എനർജി ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുകയും എനർജികളെ ഉപയോഗിക്കുകയും എനർജികളെ കേന്ദ്രീകരിക്കുകയും മോശമായ എനർജിയെ മാറ്റിക്കളയുകയൊക്കെ ചെയ്യുന്നത് പോലെ
അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഉള്ളത്. അതാണ് എന്റെ യാഥാർത്ഥ്യം. രണ്ടാമത്, അത് കാതോലികമല്ല, അത് വിശ്വാസപരവുമല്ല. തിരുസഭ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ഞാനത് വായിച്ചു തന്നെ കേൾപ്പിക്കാം. അതിങ്ങനെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ്, പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമാണ് എന്നാണ്. അതുകൊണ്ട് ഒന്നാം പ്രമാണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത്, വിഗ്രഹാരാധനയ്ക്കെതിരെ പഠിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ സഭ 2116 പാരഗ്രാഫിൽ CCCയുടെ അതിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കും: സാത്താനെ അല്ലെങ്കിൽ പിശാചുക്കളെ ആശ്രയിക്കുന്നത് മരിച്ചവരോടുള്ള മാന്ത്രിക സംവേദനം അല്ലെങ്കിൽ ഭാവി വെളിപ്പെടുത്തുമെന്ന മിഥ്യാസങ്കല്പത്തിൽ ചെയ്യപ്പെടുന്ന മറ്റ് പ്രവൃത്തികൾ. പിന്നെ അങ്ങനെ ലിസ്റ്റ് ചെയ്യാണ്: ജ്യോതിഷം, ജാതക നോട്ടം, നക്ഷത്രഫലം, കൈനോട്ടം, ശകുനങ്ങളുടെ വ്യാഖ്യാനം, അങ്ങനെ പറഞ്ഞു പോകാൻ. എന്നിട്ട് അവസാനം പറയാണ്, അതെല്ലാം അവ മറ്റു മനുഷ്യരുടെ മേൽ ശക്തി ഉണ്ടാവുക എന്ന ആഗ്രഹത്തെയും അതുപോലെ നിഗൂഢ ശക്തികളെ പ്രസാദിപ്പിക്കാനുള്ള മോഹത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് ദൈവത്തോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ബഹുമാനം, ആദരവ്, സ്നേഹപൂർണമായ ഭയം എന്നിവയ്ക്ക് എതിരാണവ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാമീപ്യത്തിനും ദൈവത്തോടുണ്ടാകേണ്ട വിധേയത്വത്തിനും സ്നേഹത്തിനും എതിരാണ് ഇതെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഈ സൗഖ്യത്തിന്റെ പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ, അതുവഴി നിഗൂഢ ശക്തികളെ സ്വന്തം സേവനത്തിനായി കീഴടക്കാനും മറ്റുള്ളവരുടെ മേൽ പ്രകൃത്യാതീതമായ ശക്തി സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നത്, അത് മറ്റുള്ളവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും മതാത്മക സുഹൃതത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്. അവ റിലീജിയസ് വെർച്യൂവിന് ഘടകവിരുദ്ധമാണ്. നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ പറയാം, ഏതെങ്കിലും വിധത്തിൽ ഈ മനുഷ്യനൊന്ന് സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ സഭയ്ക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത എന്ന് ആളുകൾ ചോദിക്കാം. അതിന്റെ മറുപടി ഇതാണ്: ഈ സൗഖ്യം യഥാർത്ഥത്തിലുള്ളത് തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ശരീരമായ തിരുസഭയും ആഗ്രഹിക്കുന്നു. ഒരു സൗഖ്യത്തിന്റെ ഛായ ഉണ്ടാവുക എന്നുള്ളതോ, താൽക്കാലികമായ ഒരു സൗഖ്യം പോലെ തോന്നിക്കുക എന്നുള്ളതോ, അതുവഴി വലിയ തിന്മയിലേക്ക് പോയി വീഴുക എന്നുള്ളതോ അല്ല. പലപ്പോഴും ഇതിന്റെയൊക്കെ പ്രശ്നം താൽക്കാലികമായ ഒരു നേട്ടം ഉണ്ടാകുന്ന പോലെ, ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, എന്നെ ആ രോഗം വിട്ടുപോയതുപോലെ ഫീൽ ചെയ്യുന്നു. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊത്തിരി കാര്യങ്ങൾ ഇയാളുടെ വിശ്വാസ ജീവിതത്തെയും നിത്യരക്ഷയും ബാധിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് റേക്കിയുടെ കാര്യം പറഞ്ഞാൽ, അത് പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകളുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പൊ അവര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പം അവരോട് ചില കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെ ഇവർ പറയുന്നതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ചില ആ കാര്യം അങ്ങനെ, ഈ കാര്യം ഇങ്ങനെ, അങ്ങനെ ചിലത് ഒഴിവാക്കണം. അപ്പോ അതെന്റെ വിശ്വാസവുമായിട്ട് എങ്ങനെ ചേർന്ന് പോകും എന്ന് ചോദിച്ചാണ് ഞാൻ ആദ്യം ഒരാളെ ഇതുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തിയത്. അദ്ദേഹം ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരാണ് എന്ന് പറയണ്ടല്ലോ. പക്ഷേ പിന്നീട് അവര് തന്നെ തിരിച്ചറിയുന്നു, ഇത് താൽക്കാലികമായ ഒരു സൗഖ്യം. ഈ മനുഷ്യന് ഭയങ്കരമായ നടുവേദന ഉണ്ടായിരുന്നു, അത് ഇത് ചെയ്തിട്ട് മാറിയെന്നും പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പിന്നീട് ഇതിന്റെ ഒരു ചികിത്സകനായി മാറാനൊക്കെ ശ്രമിച്ചത്. പലപ്പോഴും ഇത്തരം ചികിത്സകൾ ചെയ്യുന്നവർ പിന്നീട് ചികിത്സകരായി മാറാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു സൗഖ്യം പോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ചിലപ്പോൾ പ്ലാസിബോ ഇഫക്റ്റ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ചിലപ്പോ ഏതെങ്കിലും ഇവൻ തിന്മ പോലും, പിശാചു പോലും അത്തരം സൗഖ്യങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നത് നൽകാൻ പറ്റും. എല്ലാ സൗഖ്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തോടൊത്തായിരിക്കുക, സ്വർഗത്തിന്റെ പരിപൂർണത അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ്. സൗഖ്യങ്ങളെല്ലാം സാധാരണഗതിയിൽ നമുക്കറിയാം, വിശുദ്ധ പഠിപ്പിക്കുന്ന പോലെ അത് പ്രബോധനാത്മകമാണ്. സൗഖ്യത്തിന്റെ അടിസ്ഥാന അർത്ഥം ദൈവം കാരുണ്യവാനാണെന്ന് പഠിപ്പിക്കുക ഒന്നാമത്തേത്. രണ്ട്, നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നിന്റെ വേദനയുടെ മേൽ കനിവുണ്ട് എന്ന് പഠിപ്പിക്കാനും, കർത്താവ് വേദനകളിലൂടെ മനുഷ്യന്, പീഡാനുഭവത്തിലൂടെ മനുഷ്യൻ രക്ഷ കൊടുത്തു എന്ന് ഓർപ്പിക്കാനും, അതോടൊപ്പം രണ്ടാമത് നിന്റെ ശരീരത്തെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും എന്ന് പഠിപ്പിക്കാനൊക്കെയാണ്. അതുകൊണ്ട് സൗഖ്യത്തിന്റെ ഒന്നാമത്തെ ഒരു മേഖല അത് ദൈവകൃപയിലൂടെയുള്ള സൗഖ്യമാണ്, ദൈവം നൽകുന്ന സൗഖ്യമാണ്. ഈ സൗഖ്യത്തിന്റെ വരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. രണ്ടാമത്തേത് നാച്ചുറലായി ദൈവം നൽകിയിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ, അതായത് ഔഷധങ്ങളിലൂടെ, കെമിക്കൽസ് ഉൾപ്പെടെ അതിനകത്ത് പെടും, സസ്യങ്ങളും കെമിക്കൽസും ഒക്കെ, അവയുടെ കോമ്പിനേഷൻസ് പെടും. അവയൊക്കെ ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായ വിധത്തിലുള്ള സൗഖ്യം നേടാൻ മനുഷ്യന് അവകാശമുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതുമാണ്. എന്നാൽ കപടമായ സൗഖ്യം നൽകുന്നുവെന്ന് നൽകുന്ന വിധത്തിൽ കാണിക്കുന്ന, ദ്യോതിപ്പിക്കുന്ന കപട ചികിത്സാ രീതികളാണ് ഇവയൊക്കെ. അവയുടെ അടിസ്ഥാനം ഒരു സയന്റിഫിക് ഫാക്ടർ അല്ല, പകരം ഒരു നിഗൂഢമായ തിയറിയാണ്. ഇതിങ്ങനെ വന്നാൽ അത് അങ്ങനെ സംഭവിക്കും, അപ്പൊ ആ എനർജി നിങ്ങളെ ഇങ്ങനെ സുഖപ്പെടുത്തും എന്ന വിധത്തിലുള്ള ഒരു നിഗൂഢമായ, അയാഥാർത്ഥ്യമായ ഒരു സൗഖ്യത്തിന്റെ പ്രതീതി ജനിപ്പിക്കലാണ്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെയും മറ്റു പല മേഖലകളെയും ഒക്കെ അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവം നൽകിയ വിധത്തിലുള്ള ന്യായമായ, നേരിട്ടുള്ള, പൂർണ്ണതയുള്ള, ശരിയായ സൗഖ്യം നൽകണം എന്നാണ്.
അപ്പൊ അതില്ലാതെ വരുന്നോണ്ടാണ് നമ്മളിതിനെ കുഴപ്പമാണ് എന്ന് തന്നെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. വളരെ കൃത്യതയോടുകൂടി തന്നെ ഫാദർ അരുൺ അത് അവതരിപ്പിച്ചു. അവസാനമായി ശ്രീ ജോൺസൺ, നമുക്കറിയാം ഈ ബ്ലാക്ക് മാസ് പോലുള്ള പ്രവർത്തികൾ അത് ബഹുമാനപ്പെട്ട വൈദികർ പറഞ്ഞതുപോലെ കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ്. അത് ആത്മീയമായ നാശം വരുത്തിവെക്കുന്നു, മാനസികമായ നാശം വരുത്തിവെക്കുന്നു ബ്ലാക്ക് മാസ് പോലുള്ള പ്രവർത്തികൾ. അതോടൊപ്പം തന്നെ മറു സൈഡിൽ ഒരു രാജ്യത്തിന്റെ നിയമത്തിന്റെ ചട്ടക്കൂടിൻ ഉള്ളിൽ നിന്നുകൊണ്ട് നാം ചിന്തിച്ചു നോക്കുമ്പോൾ പല അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലൈംഗികമായ അരാജകത്വം, ഒപ്പം തന്നെ ഡ്രഗ്സിന്റെ ഒക്കെ യൂസേജ്, കൊലപാതകങ്ങൾ, അബോർഷൻ, ഈ ശിശുഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടെങ്കിലും നേരത്തെ നാം മാധ്യമങ്ങളുടെ ഒരു നിശബ്ദത പറഞ്ഞു. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും അത്തരം സംഘങ്ങൾക്കെതിരെ ഒരു നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി നാം കാണില്ല. അത്തരം സംഭവങ്ങൾ നാം തന്നെ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറുമ്പോഴായിരിക്കാം അത്തരം സംഘങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നു. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം നമുക്കറിയാം. ഒരു വ്യക്തി സ്വന്തം കുടുംബാംഗങ്ങളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ അന്വേഷണം ഒന്നും എന്തുകൊണ്ട് ഈ സംഘങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല? നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ, അതോ കാണാതെ പോവുകയാണോ, ശ്രീ ജോൺസൺ? ഇത്തരം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢമായ ശക്തികളെ ആരാധിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സംഘം ചേരുകയും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ തന്നെ കേരളത്തിലെ ഒരു അനുഭവം നോക്കിയാൽ, കേരളത്തിൽ ഇപ്പം നരബലി എന്ന് പറയുന്ന വലിയ കൂടുതലൊക്കെ സൃഷ്ടിച്ച സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടനെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പ്രഖ്യാപിച്ചു, ഭരണാധികാരികളെല്ലാം പ്രഖ്യാപിച്ചു, അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് ഉടനെ നിയമം കരട് രൂപമൊക്കെ തയ്യാറായി ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ പല കോണിൽ നിന്നും ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പവും എതിർപ്പും അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. കാരണം ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചിലപ്പം അന്ധവിശ്വാസമായിട്ട് തോന്നും, അല്ലെങ്കിൽ മറ്റൊരാളുടെ അന്ധവിശ്വാസം ഒരു കൂട്ടർക്ക് വിശ്വാസം. ഇപ്പൊ ഇതെങ്ങനെ വേർതിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭരണക്കാർക്കും വലിയ ആശയക്കുഴപ്പം നിലവിലുണ്ടെന്നാണ് അവർ ഇത് വൈകിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിയമ സംഹിതയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാലാകാലങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ആധുനിക സമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതിന്റെ പ്രത്യേകതകളാണ് സമൂഹത്തിൽ കാണുന്നത്. സ്റ്റാൻലിയച്ചനും അരുണച്ചനും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഫ്രീമേസൺ പോലെയുള്ള സംഘങ്ങൾ ഭരണതലങ്ങളിലേക്ക് വരെ നിഗൂഢമായ രീതിയിൽ കടന്നു കയറിയിട്ടുണ്ട്. അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ ചില സിംബൽസ് ഒക്കെ ഉണ്ട്, ചില ഷേക്ക് ഹാൻഡുകൾ, അതുപോലെ അവർ ചില ഉപയോഗിക്കുന്ന ചില കോഡ് വാക്കുകൾ. ഇതിലൂടെയൊക്കെ ഫ്രീമേസൺ ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അപകടമായിട്ട് പലരും ഇതിനെക്കുറിച്ച് പഠിച്ചവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഫ്രീമേസൺ ആയിട്ടുള്ളവര് ഇപ്പോൾ ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിലും സ്ഥാനങ്ങളിലും ഒക്കെ കടന്നു കയറുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോടതിയിലെ ജഡ്ജിയായിട്ട് ഒരു ഫ്രീമേസൺ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇവര് സംസാരത്തിൽ ഉപയോഗിക്കുന്ന ചില കോഡ് വാക്കുകൾ ഉപയോഗിച്ച് വേറൊരു ഫ്രീമേസൺ ആയിട്ടുള്ള ഒരാളെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന വ്യക്തികൾക്ക് കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അനുകൂലമായ വിധികൾ സമ്പാദിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ലോകമെമ്പാടും അതിനെക്കുറിച്ച് സംശയിക്കുന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണകൂടങ്ങളിൽ കടന്നു കയറുന്ന ഇങ്ങനെയോ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികൾ ലോകമെമ്പാടും നന്മയ്ക്ക് അതീതമായ, നന്മയ്ക്കെതിരെ നിൽക്കുന്ന, നന്മയിൽ നിന്ന് രൂഢമൂലമായ നിയമങ്ങളെ മാറ്റിയിട്ട് തിന്മയെ പ്രഘോഷിക്കുകയും തിന്മയുടെ വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നടപ്പാക്കിയെടുക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കത് ഇതുപോലുള്ള പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇപ്പം ഇലന്തൂര് നടന്ന നരബലി പോലും തെളിയിക്കണമെങ്കിൽ പോലീസ് വളരെ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ പൈശാചികമായ കാരണങ്ങളുടെ പേരിൽ കൊല നടത്തിയതാണെന്നുള്ളത് തെളിയിക്കാൻ പോലീസ് ഏറെ കഷ്ടപ്പെടേണ്ടി വരും. നിഗമനങ്ങള്, തെളിവുകളൊക്കെ ശേഖരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കേസുകളിൽ. പലപ്പോഴും ഇത് മനസ്സിന്റെ തലത്തിലും വിശ്വാസത്തിന്റെ തലത്തിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്ന പല കാരണങ്ങളായതുകൊണ്ട് ഇത് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് പലപ്പോഴും ഇതിന്റെ പേരിൽ നിയമപരമായ നടപടികൾ എടുക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് അടിയന്തരമായിട്ട് സഭ കുറച്ചുകൂടി ശക്തമാക്കണം. നമ്മുടെ കുട്ടികളെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അത് അവർ കൂടുതൽ സന്തോഷിച്ചേക്കാം എന്നൊക്കെ സ്റ്റാൻലിയച്ചൻ സൂചിപ്പിച്ചു. എങ്കിൽ പോലും നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കേണ്ട, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയെങ്കിലും
കുറച്ച് ആൾക്കാരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം യെസ് യെസ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു അറിവും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും കാര്യങ്ങൾ തമസ്കരിച്ചത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് അത് ലോകം അറിയാതെ പോകും, അല്ലെങ്കിൽ ആരും കാണത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മുടെ തീർച്ചയായും ജീവിതത്തിന് ചുറ്റും ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ മടിക്കുകയാണെങ്കിൽ പോലും അവർക്കത് കിട്ടാൻ 100 കണക്കിന് സോഴ്സുകൾ അവരുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മിതമായ രീതിയിൽ, പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കുട്ടികളെ ആണെങ്കിലും അല്ലെ അധ്യാപകരെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആണെങ്കിലും ഇത് പഠിപ്പിക്കുകയും അവരെ കുറിച്ച് ഇതിനോട് ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യേണ്ടത് അടിയന്തരമായ ഒരു ആവശ്യമാണ്. സഭ ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, യെസ്, വളരെ വ്യക്തമാണ്. സമൂഹത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന, രാജ്യത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന, ഒപ്പം ഒരു വ്യക്തിയുടെ ആത്മീയ നാശം ആഗ്രഹിക്കുന്ന നിഗൂഢ ശക്തികൾക്കെതിരെയുള്ള ജാഗ്രത മാധ്യമങ്ങൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു, ഭരണകൂടങ്ങൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു, ഒപ്പം ആത്മീയ തലത്തിൽ തന്നെ സഭയും ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്റ്റാൻലി, ഫാദർ അരുൺ, ഒപ്പം ശ്രീ ജോൺസൺ, 3 പേർക്കും നന്ദി.